2 ദിവസത്തെ വലിയൊരു നഷ്ടത്തിന് ശേഷം ഇന്നലെ വിപണിയിൽ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ആ നേട്ടം ഇന്നും തുടർന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 2 ദിവസവും വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. ഇന്നലെയും ആ വിൽപ്പന തുടരുകയും ചെയ്തു. എന്നാൽ അത് മറികടക്കുന്ന രീതിയിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയൊരു നിക്ഷേപ താല്പര്യമാണ് വിപണിയെ ഇന്നലെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ചത്. ഒട്ടുമിക്ക മേഖലകളിലും നിക്ഷേപ താല്പര്യമായതുകൊണ്ട് തന്നെ വിപണിയിൽ ഒരു വാങ്ങലിന്റെ പ്രതീക്ഷ അല്ലെങ്കിൽ വാങ്ങൽ തുറന്നേക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന നൽകിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചതും. 20 ദിവസത്തെ ശരാശരി നീക്കത്തിന് മുകളിൽ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചു. മാത്രമല്ല പ്രധാന സാങ്കേതിക നിലവാരമായ 24,700 എന്ന നിലവാരം മറികടന്ന് വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. 25,000-അടുത്താണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ ഒരു നിക്ഷേപ രീതി തുടരുകയാണെങ്കിൽ തീർച്ചയായും 25,200 എന്നുള്ള നിലവാരത്തിലേക്ക് മുൻനിര സൂചികയായി നിഫ്റ്റി എത്താനും സാധ്യതയുണ്ട്. അതിന് ബാങ്കിങ്, ഫിനാൻഷ്യൽ മേഖല, IT മേഖല തുടങ്ങിയ ഓഹരി സൂചികയിൽ പ്രധാന സാധ്യതയുള്ള അല്ലെങ്കിൽ പ്രധാന പരിഗണനയുള്ള ഈ 2 മേഖലകളിലും ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാകേണ്ട സാഹചര്യമുണ്ട്. ആ ഒരു രീതിയിൽ നിക്ഷേപ താല്പര്യം ഉണ്ടായാൽ മാത്രമേ ഇനിയിപ്പോൾ 25,200 എന്ന നിലവാരം മറികടന്ന് വ്യാപാരം നടക്കുകയുള്ളൂ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആഗോള സാഹചര്യങ്ങൾ തികച്ചും വിപണിയുടെ നീക്കത്തെ നിർണായകമായി തന്നെ സ്വാധീനിക്കും. പ്രത്യേകിച്ചും ഇറാൻ ആയി ബന്ധപ്പെട്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന ഒരു കലഹത്തിൻ്റെ ഒരു വ്യാപ്തിക്ക് അനുസരിച്ചുള്ള ഒരു നീക്കമായിരിക്കും വിപണിയിൽ പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കാരണം ഇന്നലെ US വിപണികളിലും യൂറോപ്പിലും നേട്ടമായിരുന്നു. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണിയിൽ പലതിലും വ്യാപാരം പുരോഗമിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ വ്യാപാരത്തിന് തുടക്കം നേട്ടത്തിൽ തന്നെയായിരിക്കും.